എല്ലാവർക്കും നമസ്കാരം. മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് പോലെയുള്ള വെബ്സൈറ്റുകൾ നമുക്ക് സാധാരണ ഒരു URL ഫിൽറ്ററിംഗ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഒരു നോർമൽ ഒരു റൗട്ടറിൻ്റെ സെറ്റിങ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. പല ആളുകളും അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് പരാജയപ്പെട്ടിട്ടുണ്ടാവും. ഞാനും അങ്ങനെ പരാജയപ്പെട്ടൊരു വ്യക്തി തന്നെയാണ്. പക്ഷേ TP-Linkന്റെ ഒമാഡ കൺട്രോളറും അതുപോലെ തന്നെ ഗേറ്റ് വേയും യൂസ് ചെയ്തുകൊണ്ട് ഞാനിപ്പോൾ സക്സസ്ഫുള്ളി ഇവിടെ ഇൻസ്റ്റാഗ്രാം ബ്ലോക്ക് ചെയ്തിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. എനിക്ക് ഇതേപോലെ തന്നെ ഏത് മൊബൈൽ ആപ്പ് ബേസ്ഡ് ആയിട്ടുള്ള വെബ്സൈറ്റുകളും ബ്ലോക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. യൂട്യൂബോ ഫേസ്ബുക്കോ ലിങ്ക്ഡിനോ ഇനിയിപ്പോൾ ഏതെങ്കിലും പർട്ടിക്കുലർ ഗെയിംസ് ഒക്കെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് നെറ്റ്വർക്കിൽ നിന്ന് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും. ഇനി ബ്ലോക്കിങ് മാത്രമല്ല, വേണമെങ്കിൽ ലിമിറ്റഡ് ആക്സസ് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ വിശദമായിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവർക്കും നെക്സ സിസ്റ്റത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് ഞാനിപ്പോൾ ചെയ്യുന്നത് TP-Linkന്റെ ഒമാഡ കൺട്രോളർ ക്ലൗഡിൽ ആക്സസ് ചെയ്തുകൊണ്ടാണ് കേട്ടോ. ഓൺ പ്രിമൈസ് എക്യുപ്മെൻറ്റ് തന്നെയാണ്, ഞാൻ ഇവിടെ തന്നെയാണത് സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ക്ലൗഡിൽ നമുക്ക് അതിൻ്റെ ആക്സസ് ഉണ്ട്. അപ്പോൾ എനിക്കിത് ലോകത്തിൻ്റെ എവിടെ വേണമെങ്കിലും ഇരുന്നിട്ട് വേണമെങ്കിൽ ഈ ഒരു സെറ്റിങ്സ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞങ്ങൾ പല കസ്റ്റമേഴ്സിനും ഇത് ചെയ്ത് കൊടുക്കാറുണ്ട്. ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും കസ്റ്റമറുടെ സൈറ്റിലേക്ക് നമുക്ക് പോകേണ്ടതായിട്ട് വരാറില്ല. നമുക്ക് ഇവിടെ നിന്ന് തന്നെ അത് അവരുടെ പെർമിഷനോട് കൂടി ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ നെക്സ സിസ്റ്റം എന്നുള്ള സൈറ്റിലേക്ക് പോയി ഇവിടെ നെറ്റ്വർക്ക് കോൺഫിഗ് എന്ന് എഴുതിയേക്കണ ഈ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ കൺട്രോൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഈ ആപ്ലിക്കേഷൻ കൺട്രോളിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്കിവിടെ ഈ ഒരു ഡീപ്പ് പാക്കറ്റ് ഇൻസ്പെക്ഷൻ, അതുപോലെ ആപ്ലിക്കേഷൻ ഫിൽറ്റർ, റൂൾ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ ഈ 3 ഓപ്ഷൻസ് ഉണ്ട്. ഇതുവഴിയാണ് ഞാൻ ആ ഒരു ഇൻസ്റ്റാഗ്രാമിനെയും യൂട്യൂബിനെയും ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഡീഫോൾട്ട് എന്നുള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ വീല നമ്പർ 1 കാണാൻ പറ്റും. അതായത് ഞാനിവിടെ ഒരു നെറ്റ്വർക്ക് അല്ല, ഞാനിവിടെ 3 നെറ്റ്വർക്കുകൾ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ലാൻ എന്നുള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ആൽഫ ലാൻ എന്ന് പറഞ്ഞിട്ട് ഒരു ലാൻ ഞാനായിട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ IP അഡ്രസ്സ് 192.168.10.1 എന്ന് പറഞ്ഞ ആ ഒരു നെറ്റ്വർക്കിലാണ്. അതുപോലെ ബീറ്റ എന്ന് പറഞ്ഞ ഒരെണ്ണമുണ്ട്, അഡ്മിൻ എന്ന് പറഞ്ഞുണ്ട്. ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓഫീസിലൂടെ വർക്ക് ചെയ്യുന്ന മെയിൽ സ്റ്റാഫിന്, ജെൻസിന് വേണ്ടിയിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തേക്കുന്നതാണ്. അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഞാനൊരു SSID ക്രിയേറ്റ് ചെയ്ത്, അതായത് വൈഫൈയിൽ ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവർക്കൊരു സ്പെഷ്യൽ പെർമിഷനാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ബീറ്റ എന്ന് പറഞ്ഞാൽ ഇവിടെ വർക്ക് ചെയ്യുന്ന ഓഫീസ് സ്റ്റാഫിന് വേണ്ടിയിട്ടുള്ളതാണ്. അഡ്മിൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, മാനേജ്മെൻറ്റ് ഗ്രൂപ്പിനുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ 3 നെറ്റ്വർക്കുകൾ കൂടാതെ ഡീഫോൾട്ട് നെറ്റ്വർക്ക് 0.1 എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം ഉണ്ട്. അതാണ് ഞാനിപ്പോൾ ഈ ഒരു പോളിസി അപ്ലൈ ചെയ്തിരിക്കുന്ന നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ ഇവിടെ ആപ്ലിക്കേഷൻ കൺട്രോളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആക്ഷൻസിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡീഫോൾട്ട് നെറ്റ്വർക്കാണ് ഇവിടെ അപ്ലൈഡ് ആയിരിക്കണമെന്ന് കാണാൻ പറ്റും. ഇപ്പോൾ ഞാനിവിടെ ആൽഫ എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ജെൻസിന് മാത്രമായിരിക്കും ഈ ഇൻസ്റ്റാഗ്രാം എടുക്കാൻ പറ്റാതെ വരുന്നത്. അതേപോലെ തന്നെ ഞാനിപ്പോൾ ബീറ്റ എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ലേഡീസ് സ്റ്റാഫ്സിന് അല്ലെങ്കിൽ ഓഫീസിലിരുന്ന് വർക്ക് ചെയ്യുന്ന ലേഡീസ് സ്റ്റാഫ്സിന് അവരുടെ ഫോണിൽ ഇൻസ്റ്റാഗ്രാം എടുക്കുന്നത് ബ്ലോക്ക് ആക്കാൻ പറ്റും. അപ്പോൾ അതാണ് ആ ഒരു രീതിയിൽ വരിക. പിന്നെ ഇവിടെ ആപ്ലിക്കേഷൻ ഫിൽറ്ററിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ ഇതിൻ്റെ ആക്ഷൻസ് ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഞാനിവിടെ ഇൻസ്റ്റാഗ്രാം ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് ഇതേപോലെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പുതിയ ഒരു റൂൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ആഡ് എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അതിൻ്റെ ഒരു URL ഇവിടെ കൊടുക്കാൻ പറ്റും, അല്ലെ റൂൾ നെയിം കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഫേസ്ബുക്ക് ആണ് വേണ്ടതെന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇവിടെ നിന്ന് നമുക്ക് ഏത് ടൈമിംഗ് ആണ് നമുക്ക് ഷെഡ്യൂൾ ചെയ്യേണ്ടതെന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അതായത് ഇപ്പം ഞാനിവിടെ എൻ്റെ നെറ്റ്വർക്കിൽ സെറ്റ് ചെയ്തിരിക്കണമെന്ന് പറഞ്ഞാൽ അഡ്മിൻ വൈഫൈ ഷെഡ്യൂൾ എന്ന് പറഞ്ഞിട്ട് ഒരു സെറ്റപ്പ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതായത് മാനേജ്മെൻറ്റിന്, ഉദാഹരണത്തിന് ഇപ്പം ഞാൻ ഇവിടെ ഇരുന്നിട്ട് വൈഫൈ യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ചിലപ്പോൾ രാവിലെ 7 മണിക്ക് വന്നു കഴിഞ്ഞാൽ ചില ദിവസങ്ങളിൽ 11 മണിക്കും 10 മണിക്കൊക്കെ ആയിരിക്കും രാത്രി ഇവിടുന്ന് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് എനിക്ക് കൂടുതൽ സമയം വൈഫൈയുടെ ആവശ്യം വരും. പക്ഷേ അതേസമയം ഞാൻ ഓഫീസ് സ്റ്റാഫ് റേഡിയോ എന്ന് പറഞ്ഞിട്ടൊരു വൈഫൈ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതെന്തിനു വേണ്ടിയെന്ന് വെച്ചാൽ നമ്മുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ലേഡീസ് സ്റ്റാഫ്സിനും അല്ലെങ്കിൽ ജെൻസിനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവരുടെ വൈഫൈ ഒരു പർട്ടിക്കുലർ ടൈം ആകുമ്പോഴത്തേക്കും, അതായത് അവർ വർക്ക് ചെയ്യുന്നത് രാവിലെ 9 തൊട്ട് വൈകുന്നേരം 5:30 വരെയാണ്. അപ്പോൾ ആ സമയത്ത് മാത്രം അവരുടെ വൈഫൈ വർക്ക് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു പർട്ടിക്കുലർ ടൈം ഷെഡ്യൂൾ ആ വൈഫൈക്ക് കൊടുത്തിരിക്കുക. അപ്പോൾ ആ SSID അവർ പോയി കഴിയുന്നതോടുകൂടി ഓട്ടോമാറ്റിക് ഒരു പർട്ടിക്കുലർ ടൈം കഴിയുമ്പോൾ ഓഫായി പോകും. ഇപ്പോൾ ഈ ഒരു സമയത്തൊന്നും അത് ഓൺ ആയിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സമയം 8:45 ഉള്ളൂ. ഞാനതൊരു 9 മണിയോട് അടുപ്പിച്ചാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ ഒരു വൈഫൈ അവർക്ക് ഇവിടെ എടുക്കാൻ സാധിക്കുന്നതല്ല. അല്ലെങ്കിൽ അവർ നേരത്തെ വന്നു കഴിഞ്ഞാൽ അവർക്ക് വൈഫൈ കിട്ടത്തില്ല. അവർ രാത്രി വൈകി ഇരുന്നാലും ആ വൈഫൈ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അവരിവിടെ ഉള്ള ആ ഒരു ടൈം എനിക്കറിയാം, ആ ഒരു ടൈമിൻ്റെ ഉള്ളിലാണ് ഞാനിവിടെ വൈഫൈ ഓൺ ആകണമെന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഒരു ടൈം റേഞ്ച്
സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയൊരു ടൈം റേഞ്ച് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതാണ് ഇവിടെ ക്രിയേറ്റ് ന്യൂ ടൈം റേഞ്ച് എന്നുള്ള ഓപ്ഷൻ കണ്ടോ. അപ്പോൾ നമുക്കിവിടെ എവറി ഡേ ഈ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഇതിന് ആക്സസ് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്നത് ഈ എന്താണ് നമ്മുടെ ഈ ഒരു ഓഫീസ് സ്റ്റാഫ് വൈഫൈ റേഡിയോയുടെ ടൈമിംഗ് ആണ് കൊടുത്തേക്കുന്നത്. എന്നിട്ട് ഇവിടെ വന്നിട്ട് നമുക്ക് ഫേസ്ബുക്ക് ആണെങ്കിൽ ഫേസ്ബുക്ക് നമുക്കിവിടെ സെർച്ച് ചെയ്താൽ മതി. എന്നിട്ട് ഇവിടെ ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫേസ്ബുക്ക് ഇവിടെ വരും കണ്ടോ, ഓട്ടോമാറ്റിക് ഇവിടെ വരും. അപ്പോൾ ഇത് ഇപ്പോൾ ഫേസ്ബുക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്തുകൊണ്ടാണ് ഈ URL ഫിൽറ്ററിങ് വെച്ചുകൊണ്ട് ഈ മൊബൈൽ ആപ്പിൽ വർക്ക് ആവുന്ന വെബ്സൈറ്റിന് ബ്ലോക്ക് ചെയ്യാൻ പറ്റാതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരൊറ്റ URL, അതായത് facebook.com എന്നുള്ള ആ ഒരു URL ആയിരിക്കില്ല എടുക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഞാനിവിടെ ഫേസ്ബുക്ക് എടുക്കാൻ വേണ്ടിയിട്ടത് facebook.com എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്കിവിടെ ഫേസ്ബുക്ക് വരുന്നുണ്ട്. ഇതുപോലെ തന്നെ എനിക്ക് fb.com എന്ന് കൊടുത്താലും എനിക്കിവിടെ ഫേസ്ബുക്ക് വരും. അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇതേപോലെ മൾട്ടിപ്പിൾ URL IDs ആണ് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റായിട്ട് അതിനെ ബ്ലോക്ക് ചെയ്യാൻ സാധിക്കില്ല. അതാണ് URL ഫിൽറ്ററിങ്ങിനകത്ത് നമുക്ക് ഈ മൊബൈൽ ആപ്പ് ബേസ്ഡ് ആയിട്ടുള്ള വെബ്സൈറ്റുകളെ ബ്ലോക്ക് ചെയ്യാൻ പറ്റാത്തത്. ഇപ്പോൾ ഇവിടെ ഫേസ്ബുക്ക് എന്ന് ഞാൻ കൊടുത്തപ്പോൾ കണ്ടോ പല രീതിയിൽ ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിനെ എല്ലാത്തിനെയും കൂടെ വേണ്ടിയിട്ട് എനിക്ക് ഒരുമിച്ച് സെലക്ട് ചെയ്തിട്ട് ക്രിയേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അതെല്ലാം ഒരുമിച്ച് ബ്ലോക്ക് ആവുക ചെയ്യുക. അപ്പോൾ ഈ ഒരു സെറ്റപ്പിൽ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഫേസ്ബുക്ക് നമുക്കിപ്പം നമ്മുടെ ആൻഡ്രോയിഡ് TV നമ്മൾ എടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ അതടക്കം ബ്ലോക്ക് ആയി പോകും. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ആണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് ബ്ലോക്ക് ചെയ്യാം. യൂട്യൂബാണ് നമ്മൾ ബ്ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ യൂട്യൂബും നമുക്ക് നമ്മുടെ TVയിലടക്കം നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു സെറ്റപ്പ് വരിക. ഇപ്പോൾ ഇതിന് നമ്മൾ അപ്ലൈ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഫേസ്ബുക്ക് അവിടെ നിന്ന് ബ്ലോക്ക് ആയി പോകും. അപ്പോൾ ഇതാണ് ഈ ഒരു ഒമാഡ കൺട്രോളർ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. പിന്നെ റൂൾ മാനേജ്മെൻറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പുതിയ റൂൾസ് ഇവിടെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ അവിടെ ക്രിയേറ്റ് ചെയ്ത ഫേസ്ബുക്ക് എന്നുള്ള റൂളാണ് ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ ആപ്ലിക്കേഷൻ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഏതെല്ലാം ആപ്ലിക്കേഷൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മുഴുവനായിട്ട് മനസ്സിലായെന്ന് വരില്ല. കാരണം ഞാൻ ഈ ഒരു കാര്യം പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസങ്ങളായി. ഇത് അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ഉള്ളൊരു ക്ലാസ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരു ടെക്നീഷ്യനൊക്കെ ആണെന്നുണ്ടെങ്കിൽ, നമുക്ക് ഏതൊരു വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും ഇതേപോലെ മൊബൈൽ ആപ്ലിക്കേഷൻസ് ബേസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം തന്നെ ഒരു ശല്യം തന്നെയാണ്. കാരണം ഓഫീസിൻ്റെ ടൈം കൂടുതലും അപകരിക്കുന്നത് ഇൻസ്റ്റാഗ്രാമൊക്കെയാണ്. കാരണം ഇവിടെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഓഫീസിൽ പോലും ഇൻസ്റ്റാഗ്രാമാണ് ഏറ്റവും കൂടുതൽ ഇവിടെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടോപ്പ് 5 ആപ്ലിക്കേഷൻസിനകത്ത് വന്നിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാമാണ്. കണ്ടില്ലേ, ഏതാണ്ട് 1.35 GB ആണ് ഇവിടുത്തെ, അതായത് 15.3% യൂസ് ചെയ്യുന്നത് ഈ ഓഫീസിൽ ഇൻസ്റ്റാഗ്രാമാണ്. അപ്പോൾ പിന്നെ ഞാൻ ആ ഒരു ഇൻസ്റ്റാഗ്രാം ബ്ലോക്ക് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് പല ആളുകളും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ബിസിനസ് നടത്തുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാൾക്ക് കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു നെറ്റ്വർക്കിൽ നിന്ന് മാറ്റി കൊടുക്കേണ്ടതായിട്ട് വരും ആസ് എ ടെക്നീഷ്യൻ എന്നുള്ള നിലയിൽ. ഇനിയിപ്പോൾ വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിലോ, ഒരു വീട്ടിലാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ കാലത്ത് നമ്മൾ ഫോൺ കൊടുക്കും. ഫോൺ കൊടുക്കാതെ അവർക്ക് പഠിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഫോൺ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അവർ നേരെ പോയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ക്ലിക്കും അടിക്കും. ഒരു 60 റീല് കാണുമ്പോൾ തന്നെ 1 മണിക്കൂർ അങ്ങോട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതും പല പേരൻസും പറയാറുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ടെക്നിക്കലായിട്ട് കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെ ഈ ഒരു ഒമാഡ കൺട്രോളർ വഴിയൊക്കെ ചെയ്യാൻ സാധിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ പഠിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു വീഡിയോയുടെ ക്ലാസ്സുകൾ തുടങ്ങിയിട്ട് തന്നെ കുറേ നാളുകളായി. ഇപ്പോൾ 200ഓളം വീഡിയോസ് നമ്മൾ ഈ ഒരു ചാനലിൽ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ചാനലിലാകെ 3 പ്ലാനുകളാണ് വരുന്നത്. ഒരെണ്ണം 159 രൂപയുടെ പ്ലാനാണ്. അതിനകത്ത് നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള IP അഡ്രസ്സിൻ്റെ, അതായത് IP ക്യാമറയുടെ കോൺഫിഗറേഷനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതിനകത്ത് ബേസിക് ആയിട്ടുള്ള നെറ്റ്വർക്കിനെ പറ്റി ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. ഈ ഒമാഡ കൺട്രോളറിനെ പറ്റിയൊക്കെ ഈ 159 രൂപ മാസം വരുന്ന പ്ലാനിനകത്തുണ്ട്. പക്ഷേ കൂടുതലായിട്ടുള്ള വിവരങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നത് 399 എന്നുള്ള പ്ലാനാണ്. അതാണ് എല്ലാ വീഡിയോസും, ഞാനിടുന്ന മൊത്തം വീഡിയോസ് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ 399 എന്നുള്ള പ്ലാനിലേക്ക് നിങ്ങൾ മാറുക. ഇനിയിപ്പോൾ നിങ്ങൾ 159 നിൽക്കുന്നവരാണെങ്കിൽ, പുതിയ എടുക്കുന്നവരാണെങ്കിലും എൻ്റെ റെക്കമെൻഡേഷനിൽ നിങ്ങൾ 399 പ്ലാനിൽ പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ മുഴുവൻ വീഡിയോസ് അതിലിടും. ഇപ്പോൾ ഇത് ഞാനിപ്പോൾ നിങ്ങൾ ജസ്റ്റ് ജനറൽ ആയിട്ടൊന്ന് കാണിച്ചതെന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഡീറ്റെയിൽ ആയിട്ടുള്ള കോൺഫിഗറേഷൻ വീഡിയോ ആണ് നമ്മുടെ ചാനലിൽ അടുത്ത ദിവസത്തേക്ക് വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ടെക്നിക്കലി അപ്ഡേറ്റഡ് ആകുക എന്നുള്ളത് ഏതൊരു ടെക്നീഷ്യൻ്റെയും ആവശ്യം തന്നെയാണ്. ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് പിടിച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ, നമുക്ക് കൂടുതൽ വർക്കുകളിലേക്കൊക്കെ പോകണം എന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് അറിവ് ആവശ്യമാണ്. അങ്ങനെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ നെക്സ സിസ്റ്റം എന്നുള്ള ഈ ഒരു ചാനൽ നമ്പർ വീഡിയോസ് നിങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.